നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഞങ്ങൾ പാൽക്കുളങ്ങര വാർഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിയുടെ ആൾക്കാരാണ് ഈ വേദിയിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും അതുപോലെ തന്നെ ADS മെമ്പർ സെക്രട്ടറി ഈ വേദിയിലുണ്ട്. ഞങ്ങൾ അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന് തയ്യാറായത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡീലിമിറ്റേഷന്റെ ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് 2024 നവംബർ 18 പ്രസിദ്ധീകരിച്ചാണ് ഡീലിമിറ്റേഷൻ വിജ്ഞാപനം. ഇതില് 83ാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്ങര നിലനിർത്തിയിട്ടുണ്ട്. അതിർത്തിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ പേര് മാറ്റിയിട്ടില്ല. അന്ന് പേര് മാറ്റിയ 2-3 വാർഡുകളാണ് പെരുന്നാന്നി, ശിവരാഹം, കുരിയാത്തി എന്നീ വാർഡുകൾ. ഇപ്പോ ഏറ്റവും അവസാനത്തെ വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതില് പാൽക്കുളങ്ങര വാർഡില്ല. അപ്പോൾ നമ്മുടെ സാധാരണ ആയിട്ട് പരാതി പറയാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ആ പ്രദേശം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. 1940 ശ്രീ ചിത്രേന്ദ്രനാഥ് മഹാരാജാവ് തിരുവനന്തപുരം നഗരസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് അതൊരു പാൽക്കുളങ്ങര ദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 700 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ഉണ്ണിനീതി സന്ദേശത്തില് വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പാൽക്കുളങ്ങര ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫൽഗുണ തീർത്ഥം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പാൽക്കുളങ്ങര ക്ഷേത്രക്കുളം എന്ന് മാത്രമല്ല, മഹാഭാരതത്തിൽ പോലും അർജുനൻ അവിടെ വന്നിട്ടുണ്ടെന്നും അർജുനാണ് പാൽക്കുളങ്ങര ദേവിയുടെ ദേവി പ്രതിഷ്ഠ നടത്തിയതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയുടെ പടപ്പുറപ്പാട്, പടയോട്ടം തുടങ്ങിയത് പാൽക്കുളങ്ങര വാർഡിലാണ്. ഇങ്ങനെ ചരിത്ര രേഖകളിലും പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റ് പല പ്രസിദ്ധമായ രേഖകളിലും ഉള്ള പാൽക്കുളങ്ങര ദേശം അഥവാ പാൽക്കുളങ്ങര വാർഡാണ് ഇപ്പോഴത്തെ വിജ്ഞാപനത്തിലൂടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതിലെ പാൽക്കുളങ്ങര വാസികൾക്ക് മുഴുവൻ വേദനയും അതിലേറെ പ്രതിഷേധവും. ഇന്നത്തെ ഈ വേദി തന്നെ കണ്ടറിയാം, രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഓരോ ആൾക്കാരും ഇതിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. CPM-ന്റെ പ്രതിനിധിയുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, BJP-യുടെ പ്രതിനിധിയുണ്ട്, ADS-ന്റെ പ്രതിനിധിയുണ്ട്, വിവിധ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു മാപ്പാണ്. ഈ മാപ്പില് 85ാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്ങര രേഖപ്പെടുത്തിയിട്ടുണ്ട്. 83ാമത്തെ വാർഡായിട്ട് പാൽക്കുളങ്ങര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഇറങ്ങിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ പാൽക്കുളങ്ങര ഇല്ല എന്നറിയിക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. അടിയന്തരമായിട്ട് ഇതിന് തിരുത്തു വരുത്തി പാൽക്കുളങ്ങര വാർഡ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ പരാതി കൊടുക്കാൻ പോലും ഒരവസരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇതൊരു എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ബന്ധപ്പെട്ടൊരു ആലോചിക്കുന്നത്? അതെ, ഇത് പാൽക്കുളങ്ങര വാസികളോട് കാണിച്ച ഒരു ചതിയാണ്. ഒരു സാധാരണ ജനങ്ങൾക്കൊരു അവകാശമുണ്ടല്ലോ പരാതി പറയാൻ, അതുപോലും തന്നിട്ടില്ല. കോടതി പോകാൻ പറയുമ്പോഴത്തേക്ക് കോടതിയിൽ നേരത്തെ ചില വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അനുകൂലമായ തീരുമാനം ഞങ്ങൾക്കുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പത്രമാധ്യമത്തിലൂടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ അശോക് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പാൽക്കുളങ്ങര നിവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വിജ്ഞാപനം വന്നതിലോട് തന്നെ വളരെ പ്രതിഷേധമാണ്. ഇതിനെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ കരട് വിജ്ഞാപന രേഖ പുറത്തിറങ്ങുമ്പോൾ പാൽക്കുളങ്ങര വാർഡ് എന്നുള്ള രീതിയിൽ പാൽക്കുളങ്ങര വാർഡിന്റെ പേര് ഉണ്ടാവുകയും പിന്നീട് രണ്ടാമത് വിജ്ഞാപനം വരുമ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ പേരില്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. നിലവിൽ സാറ് പറഞ്ഞ പോലെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാൽക്കുളങ്ങര. ആ പാൽക്കുളങ്ങര വാർഡിന്റെ പേര് നിലനിർത്തി പാൽക്കുളങ്ങര വാർഡ് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇത് ആവശ്യപ്പെടുന്നത്. ഇതിലേക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്. ഇതിലേക്ക് വേണ്ടി എന്തൊക്കെ ഒരു നടപടികൾ സ്വീകരിക്കണം, അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന്
അധികാരികൾ കണ്ണു തുറന്ന് ഇതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറെ വേദന, ഇപ്പം കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറെ ദുഃഖവും വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കരട് വിജ്ഞാപനത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 83-ാം വാർഡ് എന്നുള്ള രീതിയിൽ പാൽക്കുളങ്ങര വാർഡിനെ നിലനിർത്തിയിരുന്നു. അന്ന് കരട് വിജ്ഞാപനത്തിന് മുമ്പ് ഫീൽഡ് ഓഫീസേഴ്സ് പാൽക്കുളങ്ങരയിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ എല്ലായിടത്തും ഈ നമ്മുടെ കോർപ്പറേഷൻ പരിധികളിൽ എല്ലായിടത്തും വന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചരിത്ര പ്രാധാന്യം എന്താണ്, പാൽക്കുളങ്ങര വാർഡിന്റെ ചരിത്രവും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് കരട് വിജ്ഞാപനത്തിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് പാൽക്കുളങ്ങര വാർഡ് നിലനിർത്തി കുറച്ചൊരു എക്സ്പാൻഷൻ വന്നു. അതായത് തൊട്ടപ്പുറത്തുള്ള പെരുന്നാന്നി വാർഡിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് പാൽക്കുളങ്ങര എന്നുള്ള വാർഡ് 83 നിലനിർത്തി. പക്ഷേ അത് കഴിഞ്ഞിറങ്ങിയ അസാധാരണ വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് 83 എന്നുള്ള നമ്പറുണ്ട്. 83ന്റെ അതിർത്തികൾ 4 ഒന്നാണ്, പഴയ അതിർത്തികൾ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ പേര് മാത്രം ഒരു മാറ്റം സംഭവിച്ചു. പാൽക്കുളങ്ങരയ്ക്ക് പകരം പെരുന്നാനി എന്നുള്ള ഒരു വാർഡ് വന്നു. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് രഞ്ജിത്തേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും അറിയില്ല ഇതിന്റെ നടന്ന എന്താണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കോർപ്പറേഷനും ഡീലിമിറ്റേഷൻ കമ്മീഷനും എല്ലായിടത്തും നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് നടന്നതെന്നുള്ളത് അന്വേഷിച്ചു. അപ്പൊ ഒരുപാട് പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതായത് പാൽക്കുളങ്ങരയെ പറ്റിയല്ല, പെരുന്നാനി വാർഡ് നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ അവിടെ ചോദിച്ച ചോദ്യം 100-ൽ നിന്ന് 101 വാർഡ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിലവിലുള്ള വാർഡുകൾ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതിന് അധികൃതർ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും തന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ പറഞ്ഞ കരട് വിജ്ഞാപനത്തിൽ പാൽക്കുളങ്ങര ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ആക്ഷേപമോ നമുക്ക് ഇതിന്റെ ഒരു വിഷമവും പ്രതിഷേധവും അറിയിക്കാനായിട്ട് ഈ പറഞ്ഞ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. അതിൽ ശക്തമായിട്ട് കോൺഗ്രസിനെ, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടെയാണ്, ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇതിനെ രേഖപ്പെടുത്തിയാണ്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഈ വാർത്ത അധികാരികളുടെ മുമ്പിലെത്തി എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ചരിത്ര പ്രാധാന്യമുള്ള പാൽക്കുളങ്ങര ദേശം, ഞങ്ങളെല്ലാം പറയുന്ന പാൽക്കുളങ്ങര ദേശക്കാരാണ്, ആ ദേശക്കാർക്ക് പാൽക്കുളങ്ങര ദേശം തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിനോട് എൻ്റെ ഒരു അപേക്ഷയും റിക്വസ്റ്റും അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേര് ഷിബുകുമാർ. ഞാൻ പാൽക്കുളങ്ങര വാർഡിലെ നിവാസിയാണ്. കൂടാതെ തന്നെ അവിടുത്തെ ദുർഗ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയും കൂടിയാണ്. അതും കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ കോർപ്പറേഷന്റെ ഡീലിമിറ്റേഷൻ പ്രകാരം നവംബർ മാസം അതായത് 2024 നവംബർ മാസം 18-ാം തീയതി വന്ന കരട് പത്രികയിൽ പാൽക്കുളങ്ങര വാർഡ് 83-ാമത്തെ നമ്പർ പാൽക്കുളങ്ങര വാർഡായിട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പെരുന്താന്നി വാർഡ് ഇല്ല. പെരുന്താന്നി വാർഡിന്റെ പേര് മാറി പാൽക്കുളങ്ങര വാർഡാക്കി അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുവാനായിട്ട് ഏതാണ്ട് ഒരു 10 ദിവസത്തോളം അവർ പരാതി അറിയിക്കാനായിട്ട് സമയം തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പെരുന്താന്നി വാർഡിലുള്ള നിവാസികൾ എല്ലാവരും ചേർന്നിട്ട് പെരുന്താന്നി വാർഡ് നിലവിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അവർ കോർപ്പറേഷനിലും ഡീലിമിറ്റേഷനും കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്തു. അപ്പൊ അന്ന് പാൽക്കുളങ്ങര വാർഡ് ഉള്ളത് കൊണ്ട് നമ്മൾ പാൽക്കുളങ്ങര നിവാസികൾ വാർഡ് തിരിച്ചു കൊണ്ടുവന്ന് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വാർഡ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്. 83-ാമത്തെ വാർഡ് പാൽക്കുളങ്ങര വാർഡെന്ന് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കരട് പത്രികയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരാതി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ പരാതി കൊടുക്കാനായിട്ട് പോയി. കാരണം ഈ പാൽക്കുളങ്ങര വാർഡിലേക്ക് മറ്റു, അതായത് പെരുന്താന്നി വാർഡിൽ നിന്നും പേട്ട വാർഡിൽ നിന്നും ശ്രീകണ്ഠേശ്വരം വാർഡിൽ നിന്നും ഓരോ ഭാഗം വെച്ച് നമുക്ക് ഇവിടെ കയറി വരുന്നുണ്ട്. അങ്ങനെ പെരുന്താന്നി വാർഡിൽ നിന്നും ഒരു ഏതാണ്ട് NH ബൈപ്പാസിന്റെ ആ ഭാഗം മുതൽ പെരുന്താന്നി ഉൾഭാഗം നമ്മുടെ പാൽക്കുളങ്ങര വാർഡിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെതിരെ പരാതി കൊടുത്തു. അത്രയും ഭാഗം നമുക്ക് കയറി വരേണ്ട ആവശ്യമില്ല സാറേ. നമുക്ക് ഇപ്പോൾ നമ്മളെ പാൽക്കുളങ്ങര വാർഡ് നിലയിൽ എങ്ങനെയാണോ എല്ലാത്തിനും ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു തരിക എന്നും പറഞ്ഞിട്ട് ഞാനും സാറും KSRA സെക്രട്ടറി ദീപ എസ് നായരുമായിട്ട് പരാതി കൊടുക്കാൻ നമ്മൾ പോയിരുന്നു. ആ പരാതി സ്വീകരിച്ചു. നമ്മുടെ ഹിയറിംഗിന് നമ്മളെ വിളിപ്പിച്ചു. നമ്മൾ അവിടെ പോയി ഹിയറിംഗ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന്റെ ഫോട്ടോ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവര് പരിഗണിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് വാർഡ് നമ്മൾ എങ്ങനെയാണുള്ളത് നമുക്ക് തരം തിരിച്ച് മാറ്റി തരാനൊക്കെ അന്ന്
ഓഫീസർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയോ പുതിയ ഒരു കാർഡ് ലിസ്റ്റ് വന്നിട്ടുള്ളതിൽ 83-ാമത്തെ നമ്പർ പെരുന്താന്നി വാർഡ് എന്നാക്കി മാറ്റി വന്നിരിക്കുന്നു. അതിൽ പാൽക്കുളങ്ങര എന്ന് മാറ്റിയിട്ട് അത് പെരുന്താന്നി വാർഡ് എന്നുള്ളതായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പരാതി എഴുതി. ഞാൻ കോർപ്പറേഷൻ ഡീലിമിറ്റേഷൻ ചെയർമാനെ കാണാനായിട്ട് പോയപ്പോൾ എൻട്രൻസിന് അവിടെ നിന്ന് അവർ പറയുകയാണ്, ഇവിടെ ഒരു പരാതിയും സ്വീകരിക്കില്ല. ഇത് ഫൈനൽ ലിസ്റ്റ് ആണ്. ഈ വന്ന ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ആണ്. യാതൊരുവിധ പരാതികളും ഇനി ഇവിടെ സ്വീകരിക്കുന്നതല്ല. താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ താങ്കൾ കോടതിയുമായി സമീപിക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് സാറിനോട് സംസാരിച്ചു. സാറേ, ആദ്യം വന്ന കാർഡ് ലിസ്റ്റിൽ നിങ്ങൾ നമുക്ക് പരാതി തരാനായിട്ട് സാവകാശം തന്നു. പരാതി വരുവാനായിട്ട് സാവകാശം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളും ഇല്ലാതായ വാർഡുകൾ പല വാർഡുകളും പരാതി കൊടുത്തു തന്നു. ഇപ്പൊ വന്ന ലിസ്റ്റില് അന്ന് ഉണ്ടായിരുന്ന വാർഡ് ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് പരാതി തരാൻ അവസരം നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഒരു കാരണവശാലും പരാതികൾ ഇവിടെ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഇനി ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ഞാൻ സാറിനോട് സംസാരിച്ചു. ഇങ്ങനെ സാർ അവിടെ നിന്ന് പറയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പേര് നിലനിർത്തുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരമാവധി എന്തൊക്കെ സാധിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എടുക്കണമെന്ന് ഞാൻ സാറിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് വിവിധ റെഫറൻസ് അസോസിയേഷൻ, രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഈ ഒരു സമിതി നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വാർഡിന്റെ പേര് തിരികെ ലഭിക്കണം. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വാർഡിന്റെ പേരാണ്. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഉണ്ണിനീതി സന്ദേശം നമ്മുടെ വാർഡിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ചരിത്ര പ്രധാനമുള്ള പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ ചരിത്ര പ്രധാനമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അപ്പുകുളം കോവിൽ, ഇതെല്ലാം നമ്മുടെ വാർഡിൽ കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ്. എല്ലാവരും പാൽക്കുളങ്ങര ഈ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അത് പെട്ടെന്ന് നിമിഷം അത് മാറി വേറൊരു പേരിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ എല്ലാവരും പറയുന്നത് നമ്മുടെ അഡ്രസ് എല്ലാം മാറ്റണം, ആധാർ കാർഡ് മാറ്റണം, റേഷൻ കാർഡ് അഡ്രസ്സുകൾ മാറ്റണം, എല്ലാം മാറ്റിയിട്ടില്ല. അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കരുതുന്നു. നമുക്ക് നമ്മുടെ വാർഡിന്റെ പേര് തിരികെ ലഭിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് നമ്മുടെ എല്ലാവർക്കും. അപ്പോൾ നമസ്കാരം. വേറെ പ്രത്യേകിച്ച് എന്റെ പേര് അനു. ഞാൻ പാൽക്കുളങ്ങര വാർഡിലെ PDS മെമ്പറാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വാർഡിന്റെ ക്ഷേമത്തിന് വേണ്ടി മാറി വരുന്ന കൗൺസിലറോടുമാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതില് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന കരടി രേഖയിൽ പാൽക്കുളങ്ങര വാർഡ് നിലനിൽക്കെ പെരുന്താങ്ങി ആണ് ഇല്ലാതായിരുന്നത്. അപ്പോൾ അതില് നമുക്ക് ഈ പരാതിയോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പാൽക്കുളങ്ങര വാർഡിന്റെ പേര് എങ്ങനെ നഷ്ടമാവുമെന്ന് നമുക്ക് ഒരുവിധം ചിന്തിക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെ നഷ്ടമാവാം. 80% വാർഡിന്റെ ഏരിയയും അതേപോലെ നിലനിൽക്കെ വെറും 20% മാത്രമാണ് പാൽക്കുളങ്ങര വാർഡിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെ 20% കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു വാർഡിന് എങ്ങനെയാണ് നിലനിൽക്കുന്ന പേര് പോകുന്നത്? 80% പാൽക്കുളങ്ങര വാർഡ് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് പാൽക്കുളങ്ങര വാർഡ് ഇന്നും നിലനിൽക്കുന്നത്. കരട് രേഖ 18-ാം തീയതി നവംബറിൽ പ്രസിദ്ധീകരിച്ചപ്പോഴും എങ്ങനെയായിരുന്നു ആ കരട് രേഖയിൽ തെക്ക് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫൈനൽ ഗസറ്റിലും വന്നിരിക്കുന്നത്. പക്ഷെ പേര് മാത്രം മാറ്റം വന്നു. അതെന്തെന്ന് വെച്ചാൽ ആദ്യം കരട് രേഖയിൽ പെരുന്താന്നി വാർഡ് വിഭജിച്ച് പല വാർഡുകളിലായിട്ട് പോയ സമയത്ത് പെരുന്താന്നി വാർഡുകാർക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ അവസരമുണ്ടായിരുന്നു. അവര് അവരുടേതായ രീതിയിൽ പെരുന്താന്നി വാർഡ് നഷ്ടമാവരുത് എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുന്ന സമയത്ത് പെരുന്താന്നി വാർഡ് നഷ്ടമാവാതിരിക്കാൻ പാൽക്കുളങ്ങര വാർഡിന് പെരുന്താന്നി എന്നൊരു പേര് ചേർക്കുന്നത് ഒരു ഔചിത്യപരമായ കാര്യമല്ല. വാർഡിൽ 80% ഏരിയയും പാൽക്കുളങ്ങര വാർഡിൽ തന്നെ നിലനിൽക്കെ പാൽക്കുളങ്ങര വാർഡിന് മറ്റൊരു പേര് എങ്ങനെ നൽകും? അതുപോലെ തന്നെ ഇപ്പൊ ഫോർട്ട് വാർഡ്, ഫോർട്ട് എന്ന് പറയുന്ന കോട്ടകളും മറ്റും ഉള്ളത് കൊണ്ടാണ് ഫോർട്ടിന് ഫോർട്ട് വാർഡ് എന്നൊരു പേര് വന്നിരിക്കുന്നത്. അതുപോലെ പാൽക്കുളങ്ങര വാർഡിന് പാൽക്കുളങ്ങര വാർഡെന്ന് പറയാൻ പാൽക്കുളങ്ങര ദേവി ക്ഷേത്രമുണ്ട്, പാൽക്കുളങ്ങര ദേവി കുളമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പേരിന് ഒട്ടും യോജിക്കാത്ത, വാർഡിന് ഒട്ടും യോജിക്കാത്ത ഒരു പെരുന്താന്നി വാർഡ് എന്നൊരു വാർഡിന്റെ പേര് നൽകിക്കൊണ്ട് ഡീലിമിറ്റേഷൻ വന്നിരിക്കുന്നത് ഒരിക്കലും നമുക്ക് അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിറക്കണ്ണീരോടെ നിശബ്ദ വേദനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ ഇത് വളരെ പ്രാധാന്യത്തോടെ കൊടുക്കണം എന്നാണ് എൻ്റെ ഈ വാർഡിനെ പറ്റി. പാൽക്കുളങ്ങര നഷ്ടപ്പെട്ടതിലൂടെ ദുഃഖം എൻ്റെ മനസ്സിൽ വളരെ വേദനയോടുകൂടി നിൽക്കുകയാണ്. പാൽക്കുളങ്ങരയിൽ ജനിച്ച് ഞാൻ 70 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. ഉണ്ണുനീതി സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ കഥ ഉണ്ട്. അതും ചരിത്രം പുരാണ പ്രസിദ്ധമായ സ്ഥലമാണ് പാൽക്കുളങ്ങര.
ആ സ്ഥലം നഷ്ടപ്പെടുക എന്നുള്ളത് ആ നാട്ടിന്റെ ഹൃദയത്തെ വലിച്ചു കീറും പോലെ ആയിപ്പോയി. ആ വേദന ഇവിടെ ഇരിക്കുന്നവർക്കും ആ നാട്ടുകാർക്കും നിരന്തരമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായുള്ള കാര്യം അശോക് കുമാർ സാറും ജിത്തുവും പറഞ്ഞു. പക്ഷേ നാട്ടുകാരുടെ വേദന തിരിച്ച് പാർക്കുളങ്ങര പുനഃസ്ഥാപിക്കണം എന്നാണ്. എന്റെ ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകരാണ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ സൂര്യ തുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഈ നാട് അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് മത്തങ്ങ രൂപത്തിൽ നമ്മുടെ വാർത്ത കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം, ഞാൻ എന്റെ വാർഡിനെ അമ്മയെ പോലെ സ്നേഹിക്കുകയാണ്. പാൽക്കുളങ്ങര എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ പേര് സുലോചനയാണ്. അതുപോലെ ജനിച്ച സ്ഥലവും പാൽക്കുളങ്ങരയാണ്. ആ പാൽക്കുളങ്ങര നഷ്ടപ്പെട്ടവര് എന്റെ അമ്മ നഷ്ടപ്പെട്ടതുപോലെയാണ്. യഥാർത്ഥത്തില് പാൽക്കുളങ്ങര വാർഡിന്റെ പുരവിളയ്ക്ക് കത്തിവെച്ച ഒരു സംവിധാനമാണ് ഈ ലിമിറ്റേഷൻ കമ്മിറ്റി ചെയ്തത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. എന്ത് വന്നാലും ഞങ്ങളെല്ലാം വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ പുരാണ പ്രസിദ്ധമായ സ്ഥലം നഷ്ടപ്പെടുക എന്നുള്ളത് ചരിത്രം ആവർത്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാൽക്കുളങ്ങര വാർഡ് തിരികെ തരണം. അശോക് കുമാർ ഇതായിരിക്കണം നിങ്ങളുടെ കയറ്റുന്ന എനിക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങളെല്ലാം നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടുകൂടി വീണ്ടും 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 നിറകണ്ണീരോടെ നിശബ്ദ വേദനയോടുകൂടി വേണം പറയുന്നത്. വേണം ഇവിടെ പാൽക്കുളങ്ങര വാർഡിന്റെ ചരിത്രപ്രധാനം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ പറയാന്. നവംബർ 2024 ആദ്യ ഗസറ്റ് ഇറങ്ങി. അപ്പോൾ പാൽക്കുളങ്ങര ഉണ്ട്. മെയിൽ ഇറക്കിയപ്പോൾ ആ പാൽക്കുളങ്ങര എന്നുള്ളത് മാറ്റി പെരുന്താണിയാക്കി. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു അപ്പീൽ പോലും കൊടുക്കുവാനുള്ള അവസരം ഇല്ലാത്തത് മനസ്സിലാക്കുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെയും ഗൂഢാലോചന വ്യക്തമാണ്. അത് അന്വേഷിക്കണം. അന്വേഷിച്ച് പാൽക്കുളങ്ങര തിരിച്ചു കിട്ടണം എന്നതാണ് ആവശ്യം.